ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ കുണ്ടന്നൂരുള്ള പള്ളി പെരുന്നാളിന് പോവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവൾക്ക് വാശിയുള്ളതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടാണ് പോണത്. ഞാനൊന്നും വാങ്ങിപ്പിക്കില്ല അത് സത്യം ചെയ്യിച്ചിട്ടാണ് പോണത് ഗായ്സ്. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ മോള് ബാൻഡ് സെറ്റൊക്കെ കണ്ട് സെറ്റായ റോട്ടിൽ കൂടെ ഒരു ഉറക്കം മറ്റൊക്കെ ഉണ്ട്. അവള് ഡാൻസൊക്കെ കളിച്ച് അവിടെ ഇങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യണം. അപ്പോൾ പോണ വഴിയിൽ ഫുള്ള് എല്ലാ വീടുകളിലും കാര്യങ്ങളൊക്കെ ആയി നമ്മളിങ്ങനെ അടിപൊളി നല്ലൊരു വൈബായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. വഴിയിലൊക്കെ ഡാൻസസും കാര്യങ്ങളും ഓരോരോ വണ്ടികൾ കൊണ്ടുവന്നിട്ട് നല്ല ചിൽ വൈബായിട്ട് ഞങ്ങൾ പോവുമായിരുന്നു. വീട്ടിൽ നിന്ന് ഇങ്ങനെ അമ്പൊക്കെ കൊണ്ടുപോകണതൊന്നും ഇങ്ങനെ ഓരോ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യണതൊന്നും കണ്ടിട്ടില്ല. അവളുടെ ആദ്യ അനുഭവമാണ്. അപ്പോൾ അവളിങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് റോട്ടിൽ കൂടെ. ഇങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. അവളിങ്ങനെ നടക്കുകയാണ്. ഫൈനലി ഞങ്ങൾ പള്ളിയുടെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അമിട്ടൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ചൈനീസ് ആയിട്ടുള്ള ചെറിയ അടിപൊളി വീടുകളിലൊക്കെ ഇങ്ങനെ ലൈറ്റിങ്സ് ഒക്കെ എന്ത് രസമായിരുന്നു എന്നറിയോ. നല്ലൊരു വൈബിലായിരുന്നു നമ്മളിങ്ങനെ പോയിരുന്നത്. ഓരോ വീടുകളിലും അടിപൊളിയായിട്ടാണ് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ അത്ര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ റോട്ടിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റ എനിക്കൊന്നും വേണ്ട കേട്ടോ, എനിക്കൊന്നും വേണ്ട, അച്ഛൻ്റെ കയ്യിൽ കാശില്ലല്ലോ, എനിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അച്ഛൻ്റെ തോളത്ത് കയറി നടക്കുന്നുണ്ട്. പലതും കാണുന്നുണ്ട്, എന്നാലും കുട്ടി കണ്ടില്ല എന്നുള്ള രീതിയിൽ നടക്കണം. അങ്ങനെ ഫൈനലി നമ്മൾ നടന്ന് പള്ളിയിലെത്തിയിരിക്കുന്നു ഗൈസ്. പള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നു അല്ലേ, സത്യമല്ലേ ഇത്. അപ്പോൾ ഈ ബലൂണും പാവകളും പമ്പലും അതുപോലെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളാണെങ്കിലും ഒന്നും ഞാൻ നോക്കി നിന്ന് പോകും. പിന്നെ കുട്ടികളുടെ കാര്യം പറയേണ്ടത്. പിന്നെ കമ്മൽ സെക്ഷൻ്റെ അവിടേക്കൊക്കെ പോയാണ്. പിന്നെ ഇവിടെ നിന്ന് അവൾക്ക് ഇങ്ങനെ അവളിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ചേട്ടൻ അവൾക്ക് തേനിലൊക്കെ കൊടുത്തു. ഓക്കേ, ഇനി ഞങ്ങൾ വീട്ടിൽ പോകാൻ നോക്കുമ്പോഴാണ് ഒരു സർബത്ത് കുടിച്ചാലോ എന്ന് തോന്നി. ഒരു കുലുക്കി സർബത്ത് കുടിക്കാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഇതേപോലത്തെ വേറെ കുറേ ടോയ്സൊക്കെ കണ്ട് അതൊക്കെ കണ്ട് ഞാൻ കുറേ നേരം ഷൂട്ടൊക്കെ ചെയ്തു. ബലൂണും ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കുലുക്കി സർബത്ത് റെഡിയായി. ഞങ്ങളതൊക്കെ കുടിച്ച് പോവാൻ നോക്കുന്ന സമയത്താണ് നമ്മുടെ വീട്ടിലെ അവിടുത്തെ അപ്പോൾ അവിടെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവളെ കളിപ്പിക്കുന്നുണ്ട്. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഉറക്കം മൂടായി. അപ്പോൾ ഞാൻ അവളെ ഇങ്ങനെ എടുത്ത് ഒരുമിച്ച് ഉറക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.